ഞാനൊരു മത്തങ്ങയും പയർ എരിശ്ശേരിയാണ് വയ്ക്കുന്നത്. സാധാരണ മത്തങ്ങയും പയർ എരിശ്ശേരി വയ്ക്കുമ്പോൾ വൻപയറാണ് എടുക്കാറ്. ഞാൻ പച്ചപ്പയർ, അതായത് മണിപ്പയറാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് മത്തങ്ങയും പയറും വയ്ക്കുമ്പോൾ നല്ല രുചിയാണ്. അരപ്പിന് തേങ്ങ, പച്ചമുളക്, ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. മത്തങ്ങയും പയറും ഒരുമിച്ച് വേവിക്കാം. രണ്ടും പച്ചയാണ്, അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വേവിക്കാം. ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. മത്തങ്ങ ഇട്ട് കൊടുക്കാം. പയറിട്ട് കൊടുക്കാം നമുക്ക്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ മത്തങ്ങയും പയറും വെന്തത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂണ് നെയ്യും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നെയ്യ് മാത്രമായിട്ടോ വെളിച്ചെണ്ണ മാത്രമായിട്ടോ യൂസ് ചെയ്യാം. നെയ്യും വെളിച്ചെണ്ണയും ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്ത് കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂണ് തേങ്ങ ചേർക്കാം. ഈ തേങ്ങയൊന്ന് ചുവന്ന് വരണം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചുവന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇങ്ങനെയൊരു മത്തങ്ങയും പയർ എരിശ്ശേരി ഉണ്ടാക്കി നോക്കുക.